ഞാൻ ഈ ലാസ്റ്റ് പരീക്ഷയ്ക്ക് രാവിലെ മഴ നനഞ്ഞ് തെങ്കാശി പോയി പരീക്ഷ എഴുതി 4 മണിക്ക് വെളുപ്പിന് ഈ കാട്ടിനകത്തൂടെ പോയി തെങ്കാശി പോയി മഴയും നനഞ്ഞ് എഴുതിയിട്ട് വന്നേ. ഉദ്ദേശം അല്ല, അതിന്റെ അങ്ങനല്ല ഉദ്ദേശം. ഇത് ആരുടെയും ഫിക്സഡും ഇല്ലെങ്കിൽ ഇത് കൃത്യമായിട്ട് വീട്ടിൽ വരത്തില്ലെന്ന് തന്നെ അതിന്റെ ഉദ്ദേശം, അല്ലാതെ വേറെ ഒരു ഉദ്ദേശം അങ്ങനല്ല. ഇത് പൂട്ടി കൃത്യമായിട്ട് കിട്ടുന്നില്ല. ഞാൻ പറയട്ടെ, 3-ാം തീയതി അവിടെ നിന്ന് സാധനം 5-ാം തീയതി ഇവിടെ വന്നു, 9-ാം തീയതി വീട്ടിൽ കിട്ടിയില്ല. കോയമ്പത്തൂരിന് സാധനം 2 ദിവസം കൊണ്ട് ഇവിടെ വന്നു. ഇവിടുന്ന് ഈ 1 കിലോമീറ്റർ കിട്ടാൻ ഇത്ര ദൂരം, 10,000 പോയിട്ട് നമുക്ക് അടുത്ത ദിവസം സാധനം കിട്ടും. ഇവിടെ തുറന്നു നോക്കുന്നുണ്ടല്ലോ ഇങ്ങനെ പ്രശ്നം വരും. അമ്മയുടെ മോനെ കിലോമീറ്റർ കയറി വന്നേക്കാം. ഞാൻ രാവിലെ ഞാൻ ഒരു കാര്യം പറഞ്ഞേ, ഈ 6 പരീക്ഷ എന്നിട്ട് ഞാൻ ഒന്നാണ്ട് വന്നപ്പോൾ സർട്ടിഫിക്കറ്റ് നോക്കിയിരിക്കും. എനിക്ക് അടുത്ത മാസം അല്ല അതിൻ്റെ അടുത്ത മാസം അടുത്ത് ജോലിക്ക് പോകാൻ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി എനിക്ക് എവിടെയെങ്കിലും ജോലി ആയിരിക്കും. ഞാൻ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഏത് കമ്പനി പോയാലും അവർ വിചാരിക്കുന്നത് എൻ്റെ ഉത്തരവാദിത്തക്കുറവുകൊണ്ട് ഞാൻ ചുളിക്കുവാരി കൊണ്ടു നടക്കുന്ന സർട്ടിഫിക്കറ്റ്. എനിക്ക് അവിടെ പറയാൻ പറ്റും ഇതേപോലെ എനിക്ക് പോസ്റ്റ്മാൻ തന്നപ്പോൾ അല്ലെ തപാലിൽ നിന്ന് കിട്ടുമ്പോൾ പറയാൻ പറ്റും. അവർ മേഡം ഇതിനകത്ത് പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ പബ്ലിക് ഓഫീസിലെ ഓഫീസറാണ്. അതെ, അപ്പൊ ഞങ്ങൾ വരുന്നത് ഞങ്ങൾ ജെന്യൂൻ റീസണോട്ട് വരുന്നത് ഈ നാട്ടിലുള്ള ഒരാളുടെ സർട്ടിഫിക്കറ്റ് രജിസ്റ്റേർഡ് ആയിട്ട് വന്നു. അയാൾ ബികോം ഡിഗ്രി പഠിച്ച അയാൾ സർട്ടിഫിക്കറ്റ് വന്നു. അതിലൊരു ക്ലിയറിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അത് വന്ന് പരിശോധിച്ചപ്പോൾ എന്തുണ്ടായി അതിനകത്ത് അദ്ദേഹത്തിന്റെ ഒപ്പ് അയാളുടെ കള്ള ഒപ്പിട്ട് വെച്ചിരുന്നു. ഓക്കെ, അത് ജനുവൽ പരാതിയാണ്. ആ പരാതി പറയാൻ വന്നപ്പോൾ അവർ അത് റെക്കോർഡ് ചെയ്തു. കാരണം എന്താ വെച്ചാൽ ഇവിടെ വേറെ എന്തെങ്കിലും അനിഷ്ട സംഭവം നടന്നു വന്നു നിങ്ങൾ പരാതിപ്പെട്ടാൽ അവർക്ക് ഡിഫൻസ് വേണം. അവർ ചെയ്യുന്ന കാര്യം ഇപ്പം നിങ്ങളൊരു വനിതാ ജീവനക്കാരിയാണ്, അവർ അസഭ്യങ്ങൾ പറയുകയോ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ വരുത്തുകയോ നിങ്ങളൊരു പരാതി കൊടുത്താൽ അതല്ലെന്ന് പ്രൂവ് ചെയ്യാൻ അവർ വീഡിയോ വേണ്ടേ? അല്ലാതെ മേഡത്തെ മോശമായി പറയുന്ന ഒരു സെന്റൻസ് അതിനകത്തുണ്ടോ? ഇല്ല. മേഡത്തെ കൂടെ ഞാൻ ജോലിയോട്ട് പോസ്റ്റ്മാൻ്റെ കുറവുണ്ടല്ലോ. അതിനകത്ത് വീഡിയോ ഉണ്ട്. മേഡത്തെ ആ വീഡിയോ ഞാൻ കാണിക്കാം. അത് രണ്ടാമത്തെ വിഷയം. ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ വീഡിയോ ആരെയും ഉത്തരവാദിത്വം പറയണ്ടേ? ചെയ്യാൻ പറ്റുന്ന കാര്യം കംപ്ലൈന്റ് എഴുതി. പിന്നെ എന്തായാലും ഞാൻ ഒന്നും തന്നില്ല. കംപ്ലൈന്റ് എഴുതുക. ഞാൻ ഇന്നലെ പോസ്റ്റ് മാസ്റ്ററെ കോൺടാക്ട് ചെയ്തു. പിന്നെ ഐ കോൺടാക്ട് ചെയ്ത് ഞാൻ ഇന്നലെ പത്രത്തിന്റെ കൊണ്ട് പരാതി കൊടുത്തിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ മേഡത്തിന്റെ വീട്ടിൽ നിന്ന് എന്നെ വിളിച്ച് അസഭ്യമായ രീതിയിൽ സംസാരിച്ചിട്ട് ഇതേപോലെ മേഡം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞില്ല. മേഡം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞില്ല വീഡിയോ ഡിലീറ്റ് ചെയ്യണം, മേഡം കുറ്റക്കാരി അല്ലെന്ന് പറഞ്ഞൊരു വീഡിയോ. അതിനകത്ത് മേഡം അതിനകത്ത് എന്താ വെച്ചാൽ മേഡത്തെ മോശമാക്കി ഒന്നുമല്ല പറഞ്ഞത് മേഡം ഇവിടുത്തെ അധികാരി ആയതുകൊണ്ടാണ് പറഞ്ഞത്. പോസ്റ്റ് മാസ്റ്റർ ആണല്ലോ മേഡം. എന്തായാലും പരാതി അത്തരത്തിൽ പോവും. ഇത് വന്നിരുന്നുണ്ടെങ്കിൽ വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കും. ഇത് തുറക്കാൻ പറ്റാത്ത ഞാൻ പറഞ്ഞുകൊണ്ട് സമരം കൃത്യമായിട്ട് മേഡം അതിനകത്ത് നടപടിയെടുക്കും. പരാതി അയക്കണം. കൃത്യമായ പോലീസ് കംപ്ലൈന്റ് കൊടുത്ത് അതിനകത്ത് റെസിപ്റ്റ് ഉണ്ട്, അതിനകത്ത് കാര്യങ്ങളെല്ലാം ഉണ്ട്. കൃത്യമായി വരുമ്പോൾ വേദന കൊടുക്കുന്നുണ്ട് പോലീസ്. പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അശ്വിൻ്റെ പബ്ലിക് അഡ്രസ് ആണ് വെച്ചിട്ടുണ്ട്. അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബികോം ഡിഗ്രിയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് 3/12/2024. ഇത് അശ്വിൻ, ഇത് പത്രാപുരം പഞ്ചായത്തിലെ പൂങ്കുളഞ്ഞി താമസിക്കുന്നതാണ് അശ്വിൻ. അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ ബികോം ഡിഗ്രി പാസ്സായി. അശ്വിൻ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്തിട്ട് കുറേ ദിവസങ്ങളായി കാത്തിരിക്കുക. അപ്പോൾ കഴിഞ്ഞ ഡിസംബർ 9-ാം തീയതി അശ്വിന് ഇവിടെ നിന്നും രജിസ്റ്ററായിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടി. അശ്വിൻ പരിശോധിച്ചപ്പോൾ സർട്ടിഫിക്കറ്റ് സൈഡൊക്കെ കീറിയിരിക്കുന്നു. അങ്ങനെ അശ്വിൻ പോസ്റ്റ് മാസ്റ്ററുടെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് പോസ്റ്റ് മാസ്റ്ററെ വന്ന് കണ്ടു. പോസ്റ്റ് മാസ്റ്ററിൻ്റെ രജിസ്റ്റർ പരിശോധിച്ചപ്പം
ഡിസംബർ 3-ാം തീയതി വന്ന സർട്ടിഫിക്കറ്റ്, ഇത് ഡിസംബർ 4-ാം തീയതി അശ്വിൻ കൈപ്പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അശ്വിൻ്റെ ഒപ്പ് രജിസ്റ്റർ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 4-ാം തീയതി അശ്വിൻ്റെ ഒപ്പ് ഇവിടുത്തെ പോസ്റ്റ്മാൻ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. വ്യാജ ഒപ്പ് ഇട്ട് ഡെലിവറി കൊടുത്തതായി പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിനെ തെറ്റിദ്ധരിപ്പിക്കുകയും അതുപോലെ യൂണിവേഴ്സിറ്റിയിലേക്ക് തിരിച്ച് റിട്ടേൺ അയക്കേണ്ടുന്ന ഇൻറ്റിമേഷനിൽ വിദ്യാർത്ഥി റിസീവ് ചെയ്തു എന്ന് പറയപ്പെടുകയും രജിസ്റ്ററിൽ റിസീവ് ചെയ്തായി കാണപ്പെടുകയും ചെയ്യുന്നു. ആ ഒപ്പ് വ്യാജ ഒപ്പാണ്. അശ്വിൻ ഇന്നലെ അത് പരാതി കൊടുത്തു, പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് പരാതി കൊടുത്തു, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പക്ഷേ ഈ പോസ്റ്റ്മാനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വലിയ ആക്ഷേപം നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിനു മുമ്പ് ഇവിടെ 1-2 സമരങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. കാരണം ഇവിടെ എഫ് ഡി സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് എഫ് ഡിയുടെ പണം ലക്ഷക്കണക്കിന് രൂപ ഇവിടെ ഈ നാട്ടുകാരായ ആളുകൾക്ക് നഷ്ടപ്പെട്ട ഒരു പരാതി ഉണ്ടായിരുന്നു. ആ പരാതിയിൽ പോലീസ് അന്വേഷണമൊക്കെ നടന്നിട്ടുള്ളതാണ്. ഇവിടെ ഒരു മലയോര മേഖലയാണ്, കൊല്ലം ജില്ലയുടെ മലയോര മേഖലയാണ്. ഇവിടെ വരുന്നതിന് KSRTC പോലും ഒരു ദിവസം ഇവിടെ 10-15 കിലോമീറ്റർ പത്തനാപുരത്തേക്ക് പോയാണ് ഇവിടെയുള്ള വിദ്യാർത്ഥികൾ സ്കൂൾ പഠനം പോലും നടത്തുന്നത്. ഇവിടെ താമസിക്കുന്ന ആളുകൾ വന്യജീവികളെ പേടിക്കണം. ഇവിടെ പുലി ഇറങ്ങാറുണ്ട്, ആന ഇറങ്ങാറുണ്ട്, പന്നിയുടെ ശല്യമുണ്ട്. കാട്ടുജീവികളെയും വന്യജീവികളെയും ഭയന്നാണ് ഇവർ ജീവിക്കുന്നത്. ഇവർക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്ന അത്രയേറെ ഇവർ മാതാപിതാക്കൾ രാവിലെ 4-4:30 ആകുമ്പോൾ എഴുന്നേറ്റ് പൊതി കെട്ടി കൊടുത്താൽ മാത്രമേ 7:30 ബസ്സിന് ഇവർക്ക് പോകാൻ കഴിയത്തുള്ളൂ. അത്രയേറെ ബുദ്ധിമുട്ടി പഠിച്ച് ഒരു ഡിഗ്രി കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് വരുമ്പോൾ പോസ്റ്റ്മാൻ കൃത്യസമയത്ത് കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല അവരുടെ വ്യാജ ഒപ്പിട്ട് അവർ കൊടുത്തതായി തെറ്റിദ്ധരിപ്പിച്ച് കൃത്രിമ രേഖയുണ്ടാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കുറ്റകൃത്യം. എന്നിട്ടും ആ പോസ്റ്റ്മാൻ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ അദ്ദേഹം ചെയ്തതൊക്കെ ശരിയാണെന്നുള്ള സമീപനമാണ് അദ്ദേഹത്തിൻ്റേത്. ഡിപ്പാർട്ട്മെൻറ്റ് അടിയന്തരമായി നടപടി എടുത്തില്ല എങ്കിൽ അതിശക്തമായ സമരങ്ങൾ ഇവിടെ നടക്കും. ഇങ്ങനെ ഒരു അവസ്ഥ ഈ നാട്ടിലെ ഒരാൾക്കും ഇനി ഉണ്ടാവാൻ പാടില്ല. ഇവിടെ ഇതുപോലെ തന്നെയാണ് ഡ്രൈവർ മേഖലയിലുള്ള ആദിവാസി കുടുംബത്തിലുള്ള ഒരാൾക്ക് PSCയിൽ നിന്നും ഒരു കത്ത് വരികയും 12-ാം തീയതി അപ്പോയിന്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് 2-ാം തീയതി കത്ത് വരികയും അത് 22-ാം തീയതിയാണ് പോസ്റ്റ്മാൻ കൈമാറിയത്. അതുകൊണ്ട് തന്നെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു ഉദ്യോഗാർത്ഥിക്ക് ജോലി നഷ്ടപ്പെട്ടു. അതിൻ്റെ ഉത്തരവാദിത്തം പോസ്റ്റ്മാന് പറയാൻ സാധിക്കുമോ? പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് വിചാരിച്ചാൽ ആ ജോലി തിരികെ എടുക്കാൻ സാധിക്കുമോ? ഒരാളുടെയും ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ അഭിലാഷമാണ് ഒരു സർക്കാർ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ കെടുകാര്യസ്ഥത മൂലം ഒരാൾക്കും ഇത്തരത്തിൽ അനുഭവം ഉണ്ടാകാൻ പാടില്ല. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായിട്ടുള്ള നിയമപരമായിട്ടുള്ള പോരാട്ടത്തിന് ഈ വിദ്യാർത്ഥിയോടൊപ്പം ഞങ്ങളെല്ലാവരും ഉണ്ടാകും, നാട്ടുകാരുണ്ടാകും. അതുപരി ഇത്തരത്തിലുള്ള അനുഭവം ഇനി ഉണ്ടാകാൻ പാടില്ല എന്നാണ് പറയാനുള്ളത്.